അതിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി വരികയാണ്. ഇറാനിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടായിരിക്കുന്നു. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. US ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇത് സ്ഥിരീകരിക്കുകയാണ്. ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാന്റെ ആണവ പദ്ധതിയെയും മറ്റ് സൈനിക നീക്കങ്ങളെയും ലക്ഷ്യമിട്ടാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ശ്യാമ സദാനന്ദൻ ചേരുന്നു. ശ്യാമ, ഇസ്രായേൽ പലസ്തീൻ യുദ്ധം അതിലിപ്പോൾ ഇറാന് നേരെ കൂടി ആക്രമണം കടുപ്പിക്കുമ്പോൾ യുദ്ധം അടുത്ത ഘട്ടത്തിലേക്ക് എത്തുകയാണല്ലേ? വിനിത, തീർച്ചയായും ഇന്നലെ തന്നെ US മിഡിൽ ഈസ്റ്റിൽ നിന്നും അവരുടെ സൈനികരെയും നയതന്ത്ര ഉദ്യോഗസ്ഥരെയും ഒക്കെ പിൻവലിക്കുമ്പോൾ തന്നെ എന്തോ വലിയ സംഭവിക്കാൻ പോകുന്നു എന്നൊരു പ്രതീതി ഉണ്ടായിരുന്നു. ആ വിലയിരുത്തലുകളെ ശരിവയ്ക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഇറാനുമേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇറാനിലെ സൈനിക താവളങ്ങൾ, ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങൾ, ആണവ കേന്ദ്രങ്ങൾ എന്നിവയൊക്കെ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. ടെഹ്റാനിലും തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിലടക്കമാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ആക്രമണം ഇറാന്റെ ആണവ പദ്ധതിയെയും മറ്റ് സൈനിക ലക്ഷ്യങ്ങളെയും ലക്ഷ്യമിട്ടാണെന്ന് ഇസ്രായേൽ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ ആക്രമണത്തിന്റെ ഭാഗമായി ഇസ്രായേലിൽ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറയുന്നുണ്ട്. ഇസ്രായേലിൽ സ്കൂളുകളും ഓഫീസുകളും അടച്ചിട്ടുണ്ട്. മറ്റ് കൂട്ടം ചേരലുകളും മറ്റു കാര്യങ്ങളുമെല്ലാം നിരോധിച്ചിട്ടുമുണ്ട്. എന്തായാലും വളരെ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് മിഡിൽ ഈസ്റ്റ് പോകുന്നത് എന്ന തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. വിനിത, ശരി, ഏതായാലും ഇതിൽ വ്യോമാക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ എന്നതാണ് ടെഹ്റാനിൽ നിന്നുൾപ്പെടെ വരുന്ന വിവരങ്ങൾ. അത് നമ്മളെ ആശങ്കപ്പെടുത്തുന്നതുമാണ്.